ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു, എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻറ്റ് ഇടണം. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. നമ്മുടെ ജോലിയിലേക്ക് ഇറങ്ങുകയാണ് കൂട്ടുകാരി. ചീനാത്തോണ്ട് ഒറ്റയ്ക്ക് ഉള്ളൊരു ഭയങ്കര ഇതാണ് മടിയ മിക്സ് മിഠായി തിന്നുന്ന കേട്ടോ. നമ്മുടെ വെള്ളക്കാന്താരി കണ്ടോ കൂട്ടുകാരെ? ചോറ് ഇവിടെ വെന്ത് വാർത്തിട്ടു. തലവേദന എടുക്കുക കൂട്ടുകാരെ, പനിക്കാന്ന് തോന്നുന്നേ. ഞാൻ ഗുളിയൊക്കെ കഴിച്ചിട്ടിരിക്കുക. അപ്പോൾ പിന്നെ നമ്മൾക്ക് കുറച്ച് റേഷനരി ഇട്ട് ചോറ് വെക്കണമായിരുന്നു. അപ്പോൾ അങ്ങനെ റേഷനരി ഇട്ട് ചോറ് വെച്ചു. ഏട്ടന് റേഷനരി ചോറ് കഴിക്കത്തില്ല, ഞാനും പിള്ളേരും കഴിക്കത്തുള്ളൂ. രണ്ടാമത്തെ മോനും ഏട്ടനും റേഷനരി കഴിക്കത്തില്ല. പിന്നെ നമുക്ക് കുറച്ച് മത്തി തോരൻ വെച്ചു. പിന്നെ ഏട്ടൻ ജോലി കഴിഞ്ഞപ്പം കുറച്ച് മങ്കട വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു, അത് കറി വെച്ച്. പിന്നെ മോള് വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കി. പിന്നെ ഇന്നലത്തെ കുറച്ച് മോരുകറി ഇരിപ്പുണ്ട്. ആങ്ങളെയും പെങ്ങളും കൊണ്ട് അവിടെ ഭയങ്കര ജോലിയില്ല, എന്തൊക്കെയോ ജോലിയിലാണ് കൂട്ടുകാരെ. ഒരാൾ മീൻ വറുക്കുമായിരുന്നു. എന്തോന്ന് ഗ്യാസിൻ്റെ കീഴിൽ തീ അണച്ചിട്ട് നോക്കിയതായിരിക്കും അടുപ്പിൻ്റെ കീഴിൽ. എന്തോ സംഭവം ചോദിച്ചപ്പോൾ ഒന്നുമില്ലെന്ന് പറഞ്ഞ്. അയാൾ കുറച്ച് മത്തി വാങ്ങിച്ചിട്ട് കുഞ്ഞുങ്ങൾ വാങ്ങിച്ചിട്ട് വന്നാണേ. അപ്പോൾ അതിൽ വലുതെടുത്ത് നമ്മൾ വറക്കാനെടുത്തു, ചെറുതുണ്ടായിരുന്നെടുത്ത് നമ്മൾ പീര വറ്റിച്ചത്. അപ്പോൾ ഇത് എനിക്ക് ആവി പിടിക്കാനായിട്ട് വെള്ളം തിളപ്പിച്ചതാണ്. പനിയുടെ ഒരു ഇതുണ്ടായിട്ടുണ്ട്, ഞാൻ വെച്ചൊരു ആവിയും കൂടെ പിടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വെള്ളവും തിളപ്പിച്ച് വെച്ചു. അപ്പം അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ആവി പിടിച്ചായിരുന്നേ. പനിയുടെ ഒരു ചെറിയൊരു ആരംഭം തൊണ്ടവേദനയേ ഉള്ളൂ, എങ്കിലും ഞാൻ ഡോളോടെ ഗുളിക വാങ്ങിച്ചു കഴിച്ചു. പിന്നെ വൈകിട്ട് ആവി പിടിച്ചു, കാരണം ഇന്നും കൂടെ നമുക്ക് സ്കൂളിൽ പോകണമല്ലോ. ചേച്ചിക്ക് ഒട്ടും വയ്യാതിരിക്കുന്ന അവസ്ഥയാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ പനി ആയിപ്പോയി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ കാര്യം. പിന്നെ നമ്മൾ അഥവാ എന്തെങ്കിലും അങ്ങനെ അത്യാവശ്യമാണെങ്കിൽ പിയൂണന്മാരൊക്കെ ചോറും കറിയും വെച്ചോളൂ. എങ്കിലും പിന്നെ നമുക്കിവിടെ വയ്യാതാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അത് തന്നെയല്ല, എനിക്ക് ഈ പനി വരുന്ന ഭയങ്കര പേടിയാണ്. കാരണം പനി വന്നു കഴിയുമ്പോൾ ഈ തൈറോയ്ഡൊക്കെ ഉള്ളവർക്ക് അതറിയാൻ പറ്റും. ഭയങ്കര അല്ലെങ്കിൽ തന്നെ പനി വന്നു കഴിഞ്ഞാൽ അസ്വസ്ഥതകളുണ്ട്. മറ്റ് അസുഖങ്ങളൊക്കെ ഉള്ളവർക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ്. എനിക്കാണെങ്കിൽ ഭയങ്കര തൊണ്ടയ്ക്ക് വേദനയും തലവേദനയും ദേഹത്ത് വേദനയും ഭയങ്കര ഒരു അസ്വസ്ഥതയാണ്. അപ്പോൾ ഈ പനി വരുന്നെന്ന് പറയുമ്പോൾ എനിക്കങ്ങ് പേടിയാണ് ഒരു ചെറുതായിട്ട്. അപ്പോഴേ ഞാൻ അന്നേരം ഗുളികയൊക്കെ വാങ്ങിച്ച് കഴിച്ച് ആവിയൊക്കെ പിടിച്ച്. ഇനിയിപ്പോൾ രാവിലെയും കൂടെ ഒന്ന് ആവി പിടിക്കണം. പിന്നെ നമ്മുടെ മൂത്ത മരുമോൾ ജോലിക്ക് നിൽക്കുന്ന മൗണ്ട് സിയോൺ ഹോസ്പിറ്റലിൽ ചായലോടൊന്നും ഉണ്ട്, അതിന് പേര് ഉണ്ടെന്ന് പറഞ്ഞു. ഞാനിപ്പോൾ മക്കളോട് ചോദിച്ചപ്പോൾ ഉണ്ടമ്മേന്ന് പറഞ്ഞു. അപ്പോൾ ആ ഹോസ്പിറ്റലിലാണ് അവൾക്ക് ജോലി. അപ്പം നമ്മുടെ ഇവിടെ നിന്ന് അവൾക്ക് പോയി വരവ് പ്രയാസമാണ്. അവരുടെ വീടിനാണെങ്കിൽ ഇടത്തിട്ടേക്ക് അടുത്താണ്. അവിടുന്ന് അപ്പോൾ ഒരു ബസ് കയറി ഏഴംകുളത്ത് ഇറങ്ങിയിട്ട് അവിടുന്ന് അങ്ങോട്ട് പത്തനാപുരം വണ്ടിക്ക് മരുന്നുവീട് വണ്ടിക്ക് കയറി പോകാൻ എളുപ്പമാണ്. പിന്നെ നമ്മുടെ ഇവിടെ നിൽക്കുവാണെങ്കിൽ അവൾ നേരെ ഇവിടുന്ന് തട്ടേച്ച് ബസ്സിന് അവിടെ ചെന്നിട്ട് അവിടുന്ന് ബസ്സിന് കയറി അടൂർ ഇറങ്ങണം. അടൂർന്ന് ബസ് കയറി വേണം പിന്നെ ഏഴംകുളം വഴി വേണം അങ്ങനെ പോകാൻ. അപ്പോൾ അത് ഒത്തിരി ദൂരവുമാണ്. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ ഇവിടുന്ന് എടുത്തിട്ട് വരെ നടന്നു പോകാമെന്ന് പറഞ്ഞാൽ അത് അതിനേക്കാളും ദൂരമാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് കൊച്ച് അവരുടെ വീട്ടിൽ നിൽക്കുന്നത്. പിന്നെ വീഡിയോയിൽ വരാത്തത് മോന് ചെറിയൊരു പിണക്കമായതുകൊണ്ട് മോൻ പറഞ്ഞു അവരുടെ രണ്ടുപേരുടെയും വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞു. അത് നേരത്തെ ഒന്ന് പറഞ്ഞതാണ്. പിന്നെ ഞാൻ ഇതുവരെയും വീഡിയോ എടുത്തില്ല. ഇനി അവരായിട്ട് പറയട്ടെ, പറയുമ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വരികയും പോവുകയും സഹകരിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ വീഡിയോ അങ്ങനെ എടുക്കാൻ പറ്റാഴികയാണ്, എടുക്കാത്തത് കൊണ്ടാണ് കൂട്ടുകാർ. പിന്നെ കുഞ്ഞിൻ്റെ പിന്നെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് പിന്നെ നമ്മൾ കുഞ്ഞിൻ്റെ എടുക്കുന്നു. ഇഷ്ടമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഒരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ വീഡിയോയിൽ അവർ കാണാത്തതും എടുക്കാത്തതും. അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. ചെറിയൊരു സൗന്ദര്യപ്പിണക്കം അവന്. അപ്പം പറഞ്ഞ് ഞങ്ങളുടെ വീഡിയോ ഇടണ്ട അമ്മയെന്ന് പറഞ്ഞു. അപ്പം അതാണ്. പിന്നെ അതിനുശേഷം ഇതുവരെയും പറഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ നമ്മൾ വിചാരിച്ചു വേണ്ട എന്ന് വിചാരിച്ചു. പിന്നെ വേറെ എന്താണ്, അപ്പോൾ ഒത്തിരിയും കമൻ്റ് ഉണ്ടായിരുന്നു, കൊച്ചിനെ ഒന്നും കാണുന്നില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെ അവധിയില്ല അവർക്ക്. ഒന്നാമത് ലൈവ് ലൈനിൽ നിന്നതിനെക്കാട്ടി ഒത്തിരി സമയമുണ്ട്. ലേറ്റായിട്ടാണ്, സമയം കഴിഞ്ഞാണ് അവൾ ഇറങ്ങുന്നത് പോലും. അപ്പോൾ അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഏട്ടൻ കഴിക്കാനൊക്കെ കൊണ്ടെടുത്തു, കഴിക്കാനിരിക്കുന്നു. മോന് കഴിക്കാനെ കൊണ്ട് വിളമ്പുന്നു. മുളക് എടുത്തില്ല, മീൻ മാത്രമേ എടുത്തുള്ളൂ. അടുത്ത ആൾ വിളമ്പുന്നു. ഒരുത്തി പോയി അവിടെ നിന്ന് കഴിക്കുന്നു.
എന്തോടാ കാന്താരി ഉണ്ടോ കാന്താരി എന്തുവാ മക്കള് വേസ്റ്റ് ഇടാനോ ഉണ്ടായിരുന്നോ ആ വെള്ളേരി അതെ നീ എപ്പോൾ നോക്കിയാലും അങ്ങനെ നീ അരി വേവാതാ നീ ഊറ്റുന്നത് പനിയുടെ തൊണ്ട അടച്ചു തുടങ്ങി എനിക്ക് വയ്യ പൂത്ത കഴിക്കണ്ട ചിലപ്പം വയറിന് ആ അങ്ങനെ എല്ലാവരും അവിടെ ഇരുന്ന് ചോറൊക്കെ കഴിക്കാനൊക്കെ കൊണ്ടിരുന്നു കൂട്ടുകാരെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ബായ് കൂട്ടുകാരെ.